കല്യാണ കച്ചേരി. രചന, അവതരണം മിത്രവിന്ദ. കാർത്തി ചുംബിച്ചകന്നു മാറിയിട്ടും അവൻ്റെ അധരങ്ങളുടെ ചൂട് തൻ്റെ ഉദരത്തിൽ തങ്ങി നിൽപ്പുണ്ടെന്ന് ഭൂമിക്ക് തോന്നി. സാരിഞ്ഞൊറി ഭംഗിയായി കുത്തിക്കൊടുത്ത് കാർത്തി കണ്ണാടിയിൽ കണ്ട തൻ്റെ പ്രതിബിംബത്തെ കണ്ണെടുക്കാതെ കൊണ്ട് ഭൂമി നോക്കി നിന്നു. എങ്ങനെയുണ്ട് കണ്ണേട്ട, കൊള്ളാമോ? പെട്ടെന്ന് തന്നെ കാർത്തിക്കിന് അഭിമുഖമായി തിരിഞ്ഞു നിന്നുകൊണ്ട് അവനോടവൾ ചോദിച്ചു. അവൻ്റെ കണ്ണുകൾ അവളെ മൊത്തത്തിൽ ആകമാനം ഒന്ന് വീക്ഷിച്ചു. എൻ്റെ ഭദ്രപ്പെണ്ണ് സുന്ദരിയല്ലേ? ഇങ്ങനെ ചുവന്ന് തൊടുത്ത് എൻ്റെ മുമ്പിൽ നിന്നാലേ കൺട്രോൾ മുഴുവൻ പോകൂട്ടോ. പിന്നെ ഇങ്ങനെയൊരു ചോദ്യത്തിൻ്റെ ആവശ്യം പോലുമില്ല. ഭൂമിയെ നോക്കി ഒറ്റ കണ്ണിറുക്കിക്കൊണ്ട് കാർത്തി അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്നു. കാർത്തിയുടെ ചുണ്ടുകൾ ആ ചുവപ്പിലേക്ക് അമർന്നു. പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയാൽ ഭൂമി കാർത്തികിനെ വട്ടം ചുറ്റി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് നിന്നു. കുറച്ചു സമയം അവൾ അങ്ങനെ തന്നെ തുടർന്നു. അപ്പോഴേക്കും സമയം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ സുഭദ്രയുടെ റൂമിൽ സുഭദ്ര റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ബാലേന്ദ്രൻ റെഡിയായി ലിവിംഗ് റൂമിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. സുഭദ്രയെ വിളിക്കാനായി ബാലേന്ദ്രൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയ നേരത്താണ് അവരുടെ മുറിയുടെ വാതിൽ തുറന്ന് സുഭദ്ര പുറത്തേക്ക് ഇറങ്ങി വന്നത്. ചുവന്ന കാഞ്ചീപുരം സാരിയിൽ അതിമനോഹരിയായി ഒരുങ്ങി വരുന്ന സുഭദ്രയെ ബാലേന്ദ്രൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്താ ബാലേട്ട ഇങ്ങനെ നോക്കുന്നേ? സുഭദ്ര അല്പം നാണത്തോടെ ബാലേന്ദ്രനെ നോക്കി. കൊള്ളാടോ, നല്ല സാരി, തനിക്ക് ചേരുന്നുണ്ട്. അയാളുടെ ആ പ്രശംസ സുഭദ്രയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. ആണോ? സത്യമാണോ ബാലേട്ട? അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ സുഭദ്ര ബാലേന്ദ്രനെ നോക്കി ചോദിച്ചു. അതേടോ, സത്യം തന്നെ. ബാലേന്ദ്രൻ അത് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സുഭദ്രയുടെ സന്തോഷം ഇരട്ടിച്ചു. അതവരുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണാമായിരുന്നു. കുട്ടികൾ ഇതുവരെ ഇറങ്ങിയില്ലേ? മുകളിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ബാലേന്ദ്രൻ സുഭദ്രയോടായി ചോദിച്ചു. അതിന് സമയമൊന്നും ആയിട്ടില്ലല്ലോ, അവർ നന്നായി ഒരുങ്ങട്ടെ. അവരുടെ വിവാഹം കഴിഞ്ഞ ശേഷം രണ്ടാളും ഒരുമിച്ച് പോകുന്ന ആദ്യ ഫംഗ്ഷനല്ലേ. ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രം മിക്കവാറും അവർ തന്നെ ആയിരിക്കണം. വിവാഹം കഴിഞ്ഞിട്ടും അങ്ങനെ ആരും അവരെ അധികം കണ്ടിട്ടുമില്ല, സുഭദ്ര പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കാർത്തിയും ഭൂമിയും ഒന്നിച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നത്. കാർത്തി ഗ്രീൻ കളർ കുർത്തയും ഗോൾഡൻ കസവും മുണ്ടുമായിരുന്നു ധരിച്ചത്. ഭൂമിയും ഏകദേശം അതിനോട് തന്നെ അടുത്ത് നിൽക്കുന്ന ഡാർക്ക് ഗ്രീൻ കളർ സാരിയും മെറൂൺ കളറിൽ നല്ല വീതിക്ക് ബോർഡർ വരുന്ന ബ്ലൗസും. അവളുടെ കഴുത്തിലാണെങ്കിൽ ഒരു നീളൻ താലിമാലയും നഗാസിൻ്റെ ഒരു നെക്ലസും ഉണ്ടായിരുന്നു. 2 കൈകളിലും ഈ 2 ലക്ഷ്മി വളകളും. മുഖത്ത് വളരെ നേർത്ത രീതിയിലുള്ള മേക്കപ്പും സിന്ദൂരവും മാത്രം. ആർഭാടമെന്ന് പറയാനായി മറ്റൊന്നും തന്നെ സുഭദ്രയ്ക്ക് ആ മുഖത്ത് കണ്ടെത്താനായില്ല. സുഭദ്ര അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു ഭൂമി ആ വേഷത്തിൽ കാണാൻ. ഭൂമിയെ സാരിയിൽ കാണാൻ സുഭദ്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്നവൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ അവർക്ക് തോന്നി. അവരത് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ഭൂമിയും കാർത്തിയും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു. പോകാച്ചാ? കാർത്തി ബാലേന്ദ്രനോട് ചോദിച്ചു. ഞങ്ങൾ രണ്ടാളും റെഡിയായി നിൽക്കുക. ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇറങ്ങാം. ബാലേന്ദ്രൻ സുഭദ്രയെ നോക്കി അത് പറഞ്ഞതോടെ സമ്മതപൂർവ്വം സുഭദ്രയും തലകുലുക്കി. പിന്നീട് അവരെല്ലാവരും ഒരുമിച്ച് ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനായി ഇറങ്ങി. അവരുടെ വീട്ടിൽ നിന്നും ഏകദേശം 1 മണിക്കൂറോളം ദൂരമുണ്ട് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിലേക്ക്. പോകുന്ന വഴി ബർത്ത്ഡേ ബോയ്ക്കുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ടാണ് അവർ പോയത്. കാർ ആ ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലേക്ക് കാർത്തി കൊണ്ടുവന്ന് നിർത്തി. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. സുഭദ്രേ, ബാലേന്ദ്രൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ സുധർമ്മയായിരുന്നു അത്. ഏടത്തി. അവരെ കണ്ടതും നിറഞ്ഞ സന്തോഷത്തോടെ സുഭദ്ര ഓടിച്ചെന്നവരെ പുണർന്നു. എത്ര നാളായി ഏട്ടത്തി കണ്ടിട്ട്? ഏട്ടൻ്റെ മക്കളും എവിടെ? എല്ലാവരും ഒരുമിച്ചാണോ അബ്രോഡിൽ നിന്ന് വന്നത്? ബാലേന്ദ്രൻ്റെ ചേട്ടനും ഭാര്യയും മക്കളോടൊപ്പം വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ കാർത്തിയുടെ കല്യാണത്തിനൊന്നും അവർക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാവരും അകത്തുണ്ട് സുഭദ്ര, കുട്ടികളൊക്കെ നിർബന്ധം. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങി പോന്നതാണ്.
പറയുന്നതോടൊപ്പം തന്നെ സുധർമ്മയുടെ നോട്ടം ഭൂമിയിലേക്ക് നീണ്ടു. കാർത്തിയുടെ അരികിൽ തന്നെ അവനോട് ചേർന്ന് നിൽക്കുന്ന ഭൂമി അവനോടെന്തോ സംസാരിക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ മറുപടി പറയുന്നതിന് ചിരിക്കുന്നുമുണ്ട്. കുറച്ചധികം നേരം സുധർമ്മ അവളുടെ ആ ഭംഗിയേറിയ ചിരിയിലേക്ക് നോക്കി നിന്നു. ഇതല്ലേ നമ്മുടെ കാർത്തിയുടെ ആള്? സുധർമ്മ സുഭദ്രയോട് ചോദിച്ചു. അതെ അതെ, ഏടത്തി നേരിട്ട് കണ്ടില്ലല്ലോ. അന്ന് കല്യാണത്തിന്റെ സമയത്ത് ഫോണിൽ ഫോട്ടോ ഇട്ടിരുന്നില്ലേ? അതെ, ഞങ്ങളിപ്പോൾ 1 വർഷമായില്ലേ നാട്ടിലേക്ക് വന്നിട്ട്. അതിനെന്താ ഏടത്തി, ഞാൻ മോളെ ഇങ്ങോട്ട് വിളിക്കാം. നല്ല കുട്ടിയാ, ഒരു പഞ്ചപാവം. ഭൂമി, മോളെ ഒന്നിങ്ങി വന്നേ. ഇത്തിരി ദൂരം മാറി നിന്ന് സുഭദ്ര ഭൂമിയെ പേരെടുത്ത് വിളിച്ചതും അവൾ അവരെ ഒന്ന് നോക്കി. കണ്ണിട്ട് ഞാൻ ഇപ്പോൾ വരാം, അമ്മ വിളിക്കുന്നു. പോയിട്ട് വാ. കാർത്തി കൂടി അത് പറഞ്ഞതോടെ ഭൂമി നേരെ സുഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. ഏടത്തി, ഇതാണ് നമ്മുടെ കാർത്തിയുടെ ഭാര്യ. ഭൂമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധർമ്മയ്ക്ക് സുഭദ്ര ഭൂമിയെ പരിചയപ്പെടുത്തി കൊടുത്തു. എളിമയുള്ള ഭൂമിയുടെ ചിരിയിൽ തന്നെ അവർക്ക് മനസ്സിലായി അവളൊരു പാവമാണെന്ന്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? സുധർമ്മ ഭൂമിയോട് ചോദിച്ചു. അവളൊരു ചിരി ചിരിച്ചുകൊണ്ട് സുഭദ്രയെ നോക്കി. അവൾക്ക് സത്യത്തിൽ കാർത്തിയുടെ ബന്ധുക്കളെ എല്ലാവരെയും അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. കാരണം മറ്റൊന്നുമില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവരുടെ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്. മാത്രമല്ല, അവരുടെ വിവാഹം നടന്നത് ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ബന്ധുക്കളും കല്യാണത്തിൽ പങ്കെടുത്ത് അന്ന് തന്നെ തിരികെ മടങ്ങിപ്പോയിരുന്നു. പിന്നെ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല അന്ന് ഭൂമിക്ക്. അതിനാൽ അവൾക്ക് വ്യക്തമായി ആരെയും അറിയില്ലായിരുന്നു. മോളെ, ഇത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. സുധർമ്മ മോളുടെ വെല്ലുമ്മയായിട്ട് വരും. സുഭദ്ര ഭൂമിക്ക് വ്യക്തമാകുന്ന രീതിയിൽ തന്നെ സുധർമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തു. ഭൂമി അവരെ നോക്കി ചിരിച്ചു. മോളുടെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. 1 വീക്ക് കൂടി കഴിഞ്ഞാൽ എക്സാം ആണ്. അതോടെ PG കഴിയുമല്ലേ? അതെ, നിറഞ്ഞ ചിരിയോടെ ഭൂമി അവർക്ക് മറുപടി പറയുന്നത്. വളരെ ചുരുങ്ങിയ നേരം കൊണ്ടാണെങ്കിൽ പോലും സുധർമ്മയ്ക്ക് ഭൂമിയെ വല്ലാണ്ട് ഇഷ്ടമായി. വാ, ഇനി ഇവിടെ നിന്ന് അധികം സമയം കളയണ്ട. നമുക്ക് നേരെ ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലേക്ക്. പിള്ളേരൊക്കെ കുറിച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായതുകൊണ്ട് അല്പം നേരത്തെ തന്നെ കേക്ക് കട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. സുധർമ്മ പറഞ്ഞതോടെ സുഭദ്രയും ഭൂമിയും അവർക്കൊപ്പം ഹോളിലേക്ക് നടന്നു. സുഭദ്രയ്ക്കൊപ്പം മുൻപോട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഭൂമിയുടെ കണ്ണുകൾ ഇടയ്ക്കൊന്ന് തിരിഞ്ഞ് കാർത്തികിനെ നോക്കി. കണ്ണുകൊണ്ട് പൊക്കോന്ന് അവൻ അനുവാദം കാട്ടിയതും അവനൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ സുഭദ്രയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് തന്നെ നടന്നു. കുടുംബക്കാർ മാത്രമുള്ള ഒരു ഫംഗ്ഷനായിരുന്നു അത്. എന്നിട്ടും 100 ആൾക്കാരിന് മുകളിലുണ്ടായിരുന്നു അവിടെ. ഓരോരുത്തരും ഭൂമിയെ വന്ന് പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് ഭൂമിയും കാർത്തിക്കും സുഭദ്രയും ബാലേന്ദ്രനും ചേർന്ന് ബർത്ത്ഡേ ബോയ്ക്ക് ഗിഫ്റ്റ് നൽകി അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത ശേഷമാണ് കഴിക്കാൻ പോകാൻ തുടങ്ങിയത്. അപ്പോഴാണ് ബാലേന്ദ്രൻ്റെ വകയിലെ വല്യമ്മ അവിടേക്ക് വന്നത്. നടക്കാനൊക്കെ തീരെ പാടായതുകൊണ്ട് അവരുടെ മരുമകൾ അവരെ താങ്ങി പിടിച്ചിട്ടുണ്ട്. സുഖമല്ലേ അമ്മൂമ്മ? അവരെ കണ്ടപാടെ കാർത്തി ചോദിച്ചു. ഭൂമി ഒരു ചിരിയോടെ നിന്നതേ ഉള്ളൂ ആ സമയം. ഇതാണല്ലേ നിന്റെ ഭാര്യ? എന്താണ് മോളുടെ പേര്? ആ അമ്മൂമ്മ ഭൂമിയോട് ചോദിച്ചു. ഭൂമി. കൊള്ളാം, നല്ല പേര്. മക്കൾ ആഹാരം കഴിച്ചായിരുന്നോ? ഇല്ല അമ്മൂമ്മ. അതിനും മറുപടി പറഞ്ഞത് ഭൂമിയാണ്. എങ്കിൽ വേഗം ചെന്ന് കഴിക്ക്. അമ്മൂമ്മ അത് പറഞ്ഞതോടെ മുന്നോട്ട് നടന്ന കാർത്തിക്കിന് പിന്നാലെ ഭൂമിയും നടന്നു. അമ്മൂമ്മയ്ക്കൊരു ചിരി സമ്മാനിച്ച് വിശേഷം തിരക്കി മുന്നോട്ട് പോകാൻ തുടങ്ങിയ സുഭദ്രയെ അവർ കയ്യിൽ പിടിച്ചു നിർത്തി. ബാലേന്ദ്രൻ ആ സമയം മറ്റാരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്തുറ്റു വല്യമ്മേ? കാർത്തിയുടെ പെണ്ണിന് വയറ്റിലുണ്ടോ? പെട്ടെന്ന് വല്യമ്മ അങ്ങനെ ചോദിച്ച ഒരു നിമിഷം എന്തു മറുപടി പറയണമെന്നറിയാതെ സുഭദ്ര നിന്നുപോയി. അതെന്താ വല്യമ്മ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. ആ പെങ്കൊച്ചിനെ കണ്ടപ്പോൾ അതിൻ്റെ മുഖത്തെ ക്ഷീണമൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. ചിലപ്പോൾ വല്യമ്മയ്ക്ക് തോന്നിയതാവും. അങ്ങനൊന്നുമില്ല. സുഭദ്ര അത് പറഞ്ഞെങ്കിലും സുഭദ്രയുടെ മനസ്സിലും തെളിയുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായി തുടരെയുള്ള ഭൂമിയുടെ വയ്യായിക, ചില ഭക്ഷണങ്ങളോടുള്ള അവളുടെ പ്രത്യേക താല്പര്യവും, മുമ്പ് ഇഷ്ടത്തോടെ കഴിച്ചിരുന്ന പലതും ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതുമെല്ലാം. ആകെക്കൂടി കലങ്ങി മറിഞ്ഞ മനസ്സുമായി സുഭദ്ര കാർത്തിക്കും ഭൂമിക്കും പിന്നാലെ വല്യമ്മയോട് യാത്ര പറഞ്ഞ് നടന്നു. സുഭദ്രയുടെ മനസ്സിൽ
ആ സമയം നിറഞ്ഞു നിന്നത് അത്രയും സന്തോഷമായിരുന്നു. താങ്കളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വരാൻ പോവുകയാണോ എന്ന ചിന്തയിൽ പോലും അവരുടെ ഉള്ളം തുള്ളിച്ചാടി. പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവാണെന്നാണല്ലോ അറിഞ്ഞത്. അത് മനസ്സിലോർത്തപ്പോൾ തന്നെ സുഭദ്രയുടെ മുഖത്തെ സന്തോഷമെല്ലാം പാടെ കെട്ടുപോയി. അതുകൊണ്ട് തന്നെ അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതേസമയം ഭൂമിയും കാർത്തിക്കും ഭക്ഷണം കഴിച്ചു തുടങ്ങിയതുകൊണ്ട് സുഭദ്രയും അവർക്കൊപ്പം ജോയിൻ ചെയ്തു. അവർക്ക് തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചിറങ്ങിയ സമയത്ത് കാർത്തിയുടെ കസിൻസ് എല്ലാം കൂടി അവിടെ വട്ടം ചേർന്ന് നിൽക്കുന്നത് ഭൂമിയും കാർത്തിയും കണ്ടു. അവരും അങ്ങോട്ടേക്ക് ചെന്നു. ആദ്യമായി ഭൂമിയെ കാണുന്നത് കൊണ്ട് അവർ ഭൂരിഭാഗം പേരും അവളെ പരിചയപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടും അവർക്ക് അവളോട് സംസാരിക്കാൻ ഒരുതരം ആവേശമായിരുന്നു. ഏറ്റവും ഒടുവിൽ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഒത്തുചേർന്ന് ഡാൻസൊക്കെ കളിച്ച ശേഷമാണ് അവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞത്. കാർത്തിയുടെ ബന്ധുക്കളെ ഭൂമിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല സ്നേഹമുള്ള മനുഷ്യർ. ഭൂമി അത് മനസ്സിലോർത്തു. അവരുടെ കാർ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ മണി ഏകദേശം 10-നോടടുത്തിരുന്നു. വന്ന് കയറിയ പാടെ ഭൂമി സാരി മാറ്റി കട്ടിലേക്ക് കിടന്നു. വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട്. കാർത്തി ഒന്ന് ഫ്രഷായി ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ഭൂമി ഉറക്കം പിടിച്ചു. അതുകൊണ്ട് തവൻ അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവളുടെ കാൽച്ചോട്ടി കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പകുതി പുര പുതുപ്പിച്ചു. AC അഡ്ജസ്റ്റ് ചെയ്ത ശേഷം കട്ടിൻ്റെ ഒരു അരിയിലേക്ക് അവനും ചേർന്ന് കിടന്നു. ഇടയ്ക്ക് രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ അറിയുന്നുണ്ടായിരുന്നു തനിക്കടുത്തേക്ക് നീങ്ങി വരുന്ന ഭൂമിയെ. അവൾ അവനെ ഇറുക്കി കെട്ടിപ്പുണർന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നുറങ്ങി. രാവിലെ കാർത്തിയാണ് ആദ്യം ഉണർന്നത്. അവൻ ഉണരുമ്പോൾ അവൻ്റെ കൈകളിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ് ഭൂമി. അതുകൊണ്ട് തന്നെ അവളുടെ ഉറക്കം മുറിയാത്ത രീതിയിൽ കാർത്തി അവളെ പതിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് എണീറ്റു. സമയം ഏകദേശം 5 മണിയോടടുത്തതുകൊണ്ട് തന്നെ കാർത്തി ഭൂമിയെ തട്ടി വിളിച്ചുണർത്തി പഠിക്കാനിരുത്തി. അവൻ ജോഗിങ്ങിനായി ഇറങ്ങി. ജോഗിങ്ങും കഴിഞ്ഞ് തിരികെ വരുന്ന കാർത്തി കാണുന്നത് ടേബിളിൻ്റെ മുകളിൽ മുഖം വെച്ച് സുഖമായി കിടന്നുറങ്ങുന്ന ഭൂമിയെയാണ്. അവളുടെ ആ കിടപ്പ് കണ്ടപ്പോൾ പിന്നീട് അവളെ വിളിച്ചുണർത്തി വഴക്കു പറയാനും അവന് തോന്നിയില്ല. പക്ഷേ അവളുടെ ഇടയ്ക്കുള്ള ക്ഷീണവും തളർച്ചയും ഒക്കെ കാണുമ്പോൾ അവനും എന്തൊക്കെയോ സംശയം. തൽക്കാലം പരീക്ഷ തുടങ്ങാനായ സ്ഥിതിക്ക് വീണ്ടും ഇതേപ്പറ്റി അവളോട് ചോദിച്ച് ആ മനസ്സ് വിഷമിപ്പിക്കട്ടെന്ന് കരുതി അവൻ മൗനം പാലിച്ചു. പിന്നീട് കാർത്തി കോളേജിലേക്ക് പോകാൻ റെഡിയായ സമയത്താണ് ഭൂമി ഉറക്കം ഉണർന്നത്. അവനപ്പോൾ ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. ശേഷം ഭൂമി പഠിക്കാനായി മുകളിലേക്ക് കയറിയപ്പോൾ കാർത്തി കോളേജിലേക്ക് പോകാനായി ഇറങ്ങി. അതേസമയം ദേവിൻ്റെ വീട്ടിൽ തിരക്കിട്ട അടുക്കളപ്പണികളിലാണ് ദേവും അമ്മയും. ഇന്ന് ദേവിൻ്റെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ അവനു വേണ്ടി സദ്യ ഉണ്ടാക്കണം. അമ്മയ്ക്ക് വലിയ നിർബന്ധം. അമ്മ ഒറ്റയ്ക്കുണ്ടാക്കേണ്ട, ഞാനും സഹായിക്കാമെന്നും പറഞ്ഞ് ഒപ്പം കൂടിയതാണ് ദേവ്. മതി, നീ റെഡിയായി കോളേജിൽ പോകാൻ നോക്ക്. ഇപ്പം തന്നെ സമയം 8:30 കഴിഞ്ഞു. എന്നും 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നതല്ലേ നീ? അതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ഞാൻ ലീവ് എടുക്കാമേ. അല്പം അലസതയോടെ ദേവത പറഞ്ഞതും സരസ്വതി അവനെ സൂക്ഷിച്ചു നോക്കി. ഏയ്, അതൊന്നും വേണ്ട. അങ്ങനെ ജോലിയിൽ അലസത കാണിച്ചുകൊണ്ടുള്ള ഒരാഘോഷവും വേണ്ട. അമ്മേ, കൊച്ചുകുട്ടികളെ പോലെ ദേവ് ചെണുങ്ങി വിളിച്ചു. മര്യാദയ്ക്ക് റെഡിയായി കോളേജിൽ പോകാൻ നോക്ക്. അവസാനം വെച്ച അവിയലിലേക്ക് പച്ചവെളിച്ചെണ്ണ തൂക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സരസ്വതി പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ലമ്മേ. അല്ലെങ്കിൽ ദേവ് വേഗം റെഡിയായി കോളേജിലേക്ക് യാത്ര തിരിച്ചു. അല്പദൂരം മുന്നോട്ട് പോയ ശേഷം വഴിയരികിൽ ഗായത്രിയെ പോലെ ഒരാൾ നിൽക്കുന്നത് പോലെ അവന് തോന്നി. മുന്നോട്ടെടുത്ത വണ്ടി അവൻ റിവേഴ്സ് എടുത്തു. റോഡരികിൽ അക്ഷമയോടെ എന്തിനോ വേണ്ടി കാത്തുനിന്ന അവൾ അവനെ കണ്ടില്ല എന്നതാണ് സത്യം. ദേവ് നേരെ വണ്ടി കൊണ്ടുവന്ന് അവൾക്കടുത്തേക്ക് നിർത്തി. അവളുടെ ശ്രദ്ധ ആകർഷിക്കാനായി വണ്ടിയിൽ ഹോൺ മുഴക്കി. അപ്പോഴാണ് ഗായത്രിയും ദേവിനെ കാണുന്നത്. ഗായത്രിയുടെ മുഖം വിടർന്നു. എന്താ ഇവിടെ നിൽക്കുന്നേ? ദേവ് ഗായത്രിയോടായി ചോദിച്ചു. ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നേ. അവൾ നിൽക്കുന്നതിന് തൊട്ടു പിന്നിലുള്ള ഒരു ഒറ്റനില വീട് കാട്ടി അവൾ അവനോട് പറഞ്ഞു. ഞാനൊരു ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നും 7 മണിക്കുള്ള ഷിഫ്റ്റിനാണ് കയറുന്നത്. ഇന്ന് ആ ഷിഫ്റ്റിൽ കയറാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ക്യാബ് നേരത്തെ പോയി. വാ കയറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പെട്ടെന്ന് ദേവ് അങ്ങനെ പറയുന്നു ഗായത്രി പ്രതീക്ഷിച്ചില്ല. കുഴപ്പമില്ല, ചിലപ്പോൾ ഓട്ടോ വരുമായിരിക്കും. അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അത് ചിലപ്പോഴല്ലേ.
വന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഡ്യൂട്ടിക്ക് കയറാൻ താമസിക്കില്ലേ? ദേവ് അങ്ങനെ ചോദിച്ചപ്പോൾ ഗായത്രിക്ക് പറയാനൊരു മറുപടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊപ്പം കാറിലേക്ക് കയറി. കുറേ ദൂരം കാറ് മുന്നോട്ട് പോയെങ്കിലും അവരിരുവരും പരസ്പരം ഒന്നും മിണ്ടാൻ കൂട്ടാക്കാണ്ട് മൗനമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. പ്രത്യേകിച്ച് മുഖവുരകളൊന്നുമില്ലാതെ ഏകദേശം ഹോസ്പിറ്റലിൽ എത്താറായപ്പോഴാണ് ഗായത്രി അത് പറഞ്ഞത്. ആ, താങ്ക്സ്. പിന്നെയും നിശബ്ദത തളം കെട്ടി നിന്ന് കാറിൽ. ഗായത്രിക്ക് ഉള്ളം വിങ്ങുന്നുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ പ്രണയമെന്ന് പറഞ്ഞ് താലോലിച്ച് മനസ്സിൽ കൊണ്ട് നടന്നവനാണ് തൊട്ടരികിലിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അവനെ മുഖമുയർത്തി നോക്കാനുള്ള ധൈര്യം പോലും അവൾക്കില്ല. അവനാണെങ്കിൽ അവളോട് ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. ഇത്രയ്ക്ക് അന്യായിപ്പോയോ ദേവേട്ടനെ ഞാൻ? അവൾ ഉള്ളം കൊണ്ട് 1000 തവണ ചോദിച്ചു. അപ്പോഴേക്കും അവരുടെ കാറ് ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിലെത്തി. ഗായത്രിയുടെ കൺകോണിൽ ഒരു തുള്ളി കണ്ണുനീർ തങ്ങി നിന്നു. അവൾ കാറിൽ നിന്നിറങ്ങി അവന് മുഖം കൊടുക്കാതെ തന്നെ ഒരു താങ്ക്സ് പറഞ്ഞു. ദേവിൻ്റെ ഒരു മൂളൽ മറുപടിയായി കിട്ടിയപ്പോഴേക്കും അവൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാണ്ട് ഹോസ്പിറ്റലിൻ്റെ മെയിൻ എൻട്രൻസ് ലക്ഷ്യമാക്കി നടന്നു. അത്രയും നേരം അവൾ തടഞ്ഞു വെച്ച ഒരു തുള്ളി കണ്ണുനീർ കൺകോണിലൂടെ ഒഴുകിയിറങ്ങി. ബാഗിൽ കിടന്ന മാസ്ക് എടുത്ത് മുഖത്തേക്ക് വെച്ച് അവൾ ചുണ്ടിൻ്റെ വിതുമ്പൽ മറിച്ചു. ക്യാബിനിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്താണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ബാഗിൽ കിടന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ദേവെന്ന പേര് തെളിഞ്ഞു. അവളുടെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത വിധം സന്തോഷമോ ആശ്വാസമോ എന്തൊക്കെയോ തെളിഞ്ഞു. ഹലോ. അവളാണ് ആദ്യം പറഞ്ഞത്. ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് വാ, അമ്മ പിറന്നാൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രമേ പറഞ്ഞുള്ളവൻ. അവളുടെ ഭാഗത്തു നിന്നും ഒരു മൂളൽ മറുപടി കിട്ടിയപ്പോഴേക്കും ആ കോൾ കട്ടായിരുന്നു. ഗായത്രിയുടെ മുഖം തെളിഞ്ഞു, പതിവിലും കൂടുതൽ. തുടരും. കഥ വായിച്ചിട്ട് ലൈക്ക് തരണേ, ഒപ്പം കമൻറ്റും.